ഇത് നമ്മളെ BTM സെക്കൻഡ് സ്റ്റേജിൽ കേട്ടോ. ആളുകൾ ഒന്നും വേണ്ട. ഇത് നമ്മളെ BTM സെക്കൻഡ് സ്റ്റേജിലെ ഒരു ജ്യൂസിൻ്റെ ഷോപ്പാണ്. BTM സെക്കൻഡ് സ്റ്റേജിൽ സെവൻത്ത് മെയിൻ കേട്ടോ. ഇതിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത കച്ചവടം നടക്കുന്ന നല്ല റോഡ് സ്ട്രീറ്റിൽ നല്ല സ്ട്രീറ്റാണ്. പിന്നെ ഇതിൽ ഇപ്പോൾ ഇതിൻ്റെ വാടക എന്ന് പറഞ്ഞാൽ 24 രൂപയുടെ വാടക. സ്ട്രീറ്റ് കണ്ടോളി, നല്ല തിരക്കുള്ള സ്ട്രീറ്റാണ്. മാരുതി നഗറല്ല, പ്രത്യേകിച്ച് പറയുകയാണ്. പിന്നെ ഇതുള്ളത് BTM സെക്കൻഡ് സ്റ്റേജിലാണ്. NS പാളയ എന്ന് പറയും, അറിയുന്ന ഏരിയ ആയിരിക്കും. ഞാൻ ഏരിയയ്ക്ക് ഒന്ന് കാണിച്ചു തരാം. അത്യാവശ്യം നല്ല റെസിഡൻഷ്യൽ ഏരിയ, അത്യാവശ്യം നല്ല റെസിഡൻഷ്യൽ ഏരിയ, നല്ല റെസിഡൻഷ്യൽ ഏരിയയാണ്. പിന്നെ BTM സെക്കൻഡ് സ്റ്റേജാണ്. പിന്നെ ഇതിൻ്റെ വാടക 24 രൂപ, 1.5 ലക്ഷം രൂപ ഡെപ്പോസിറ്റ് ഉണ്ട്. ഇതാണ് സാധനം. നമ്മൾ ഈ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ലൈവ് പിന്നെ ഇതിലേക്ക് മാറ്റുകയാണ്, യൂട്യൂബിലേക്ക്. കാരണം എന്താണെന്ന് വെച്ചാൽ ആ കൺഫ്യൂഷൻ ആവാണ്. റീൽസും മറ്റും തിരിച്ചറിയാത്തൊരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ അതിലേക്ക് മാറ്റുന്നത്. അത് കുറച്ച് കാലങ്ങൾ നല്ല പഴക്ക റെസ്റ്റോറൻറ്റ് പിന്നെ ഇതാണ്. പിന്നെ അതൊന്ന് ലേശം എനിക്ക് തരുമോ മോശം ഒന്നുണ്ട്? ഏത് വഴിയിലേക്ക് പോയി കയറി ഏതാ നീക്കൽ? ഇതോ മിനിറ്റ്, അതൊന്ന് നീക്കാൻ ഉള്ളിക്കൊന്ന് കയറട്ടെ. ഇത് അത് കേട്ടോ കാണില്ല. ഒന്ന് നീക്കാൻ വഴി നീക്കാണെങ്കിൽ കുറച്ച് പാടില്ല. ഇതാ നീക്കല്, ഏതാ നീക്കല്? ഇതോ അത് പറഞ്ഞത് ലൈവിലാ, കാണൂല. ഇതാണ് നമ്മളെ കടൻ്റെ ഉൾഭാഗം. ഒരു ചെറിയൊരു കട, കുഴപ്പമില്ല. 24 രൂപ വാടകയാണ്. ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് പിന്നെ റീറെൻ്റ് കൊടുത്തതാണ്. അപ്പോൾ അത് അവർക്ക് സിസ്റ്ററിനെ കല്യാണമാണ്, കുറച്ച് പൈസ അത്യാവശ്യം അവർ കൊടുക്കുകയാണ്. പിന്നെ ഇതിൽ റേറ്റ് എമൗണ്ട് നാളെ റീൽസിൽ പറയാം. 30 ഒന്ന് ഇരുന്നിട്ടൊന്ന് സംസാരിച്ച് റെഡിയാക്കാണ്ട് റേറ്റൊക്കെ ഒന്ന് നല്ല റേറ്റിന് വാങ്ങാൻ നോക്കട്ടെ, സംസാരിച്ച് നോക്കാം നമുക്ക്. നല്ല ഏരിയ കേട്ടോ, അടിപൊളി ഏരിയ. BTM സെക്കൻഡ് സ്റ്റേജ് പറഞ്ഞാൽ ഒരലമ്പും ചെറിയ കച്ചറൊന്നും ഇല്ലാത്ത NS പാളയാണ്, ഒരു സീനുമില്ല. പിന്നെ ഇതിൻ്റെ ഇപ്പോഴത്തെ ആവറേജ് കച്ചവടം എന്ന് പറഞ്ഞാൽ 5, 6, 7 നമുക്ക് ആവറേജ് കച്ചവടം ഉള്ളത്. പിന്നെ ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഇപ്പോൾ തണുപ്പല്ലേ, 7, 8, 5 ഒക്കെ പറ്റ വളരെ മഴയൊക്കെ ഉള്ള ദിവസങ്ങളിൽ ഏറ്റവും ലോവസ്റ്റ് കച്ചവടം. പിന്നെ കൂടിയ കച്ചവടം ശരിക്കും സീസണിലൊക്കെ 25-30 രൂപ കച്ചവടം ചെയ്യണമെന്നാണെങ്കിൽ, സോറി 15 to 20 രൂപ കച്ചവടം സീസണിൽ ചെയ്യണമെന്ന് പറഞ്ഞു കഴിച്ചാണ്. ഞാൻ വേറെ ഷോപ്പിൽ കഴിച്ചതാണ്. പിന്നെ ഇതാണ് കട. അതൊക്കെ എന്തിനൊക്കെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് ചോദിച്ചോളൂ. നമ്മൾ ലൈവ് ഇടണമെങ്കിൽ നമ്മൾ വീണ്ടും പറയാം കേട്ടോ. ബാംഗ്ലൂരിൽ നിന്നല്ല, എവിടെയും റിയൽ എസ്റ്റേറ്റിൽ ആരും ലൈവ് ഇടില്ല. കാരണം എന്താ വെച്ചാൽ അതിൻ്റെ വിഷയം ബ്രോക്കർമാരോ മറിച്ചോലൊക്കെ വന്ന് അങ്ങനത്തെ പേടിയല്ല. നമ്മൾ വളരെ വൃത്തിയായിട്ട് ആളുകൾക്ക് പൈസ പോയതെന്ന് ആലോചിച്ച് നമ്മൾ ലൈവ് ഇട്ടിട്ട് ഇപ്പോൾ അതിലിപ്പോൾ ആരെങ്കിലും കച്ചവടം ആയിക്കോട്ടെ, കുഴപ്പമില്ല, എന്നാലും പൈസ പോലില്ലോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ബുദ്ധിമുട്ടില്ലാതെ നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമ്മൾ ലൈവ് ഉള്ളത് 3 ദിവസം കഴിഞ്ഞ റീൽസ് ഇടാം. ആ ബിൽഡിങ്ങിനോ ഷോപ്പിനോ ആ ഭാഗത്ത് എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ പിന്നെ നമ്മളെ ഫോളോവേഴ്സ് കമൻറ്റിൽ അറിയിക്കും. അതേപോലെ തന്നെ അറിയുന്ന പരിചയക്കാരൊക്കെ നമ്മൾ വിളിച്ചും പറയും. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ പ്രശ്നങ്ങളുള്ള റീൽസ് നമ്മൾ ഇടലില്ല. ഞാൻ വീണ്ടും അവർക്ക് എല്ലാ ലൈവിലും പറയുന്നുണ്ട്. കാരണം ഇതിൽ ലൈവ് ഇടുന്ന മെയിൻ ഉദ്ദേശം തന്നെ ഇവിടെ ഇത് എന്തെങ്കിലും ഏത് ഷോപ്പിലും അതിനെന്തെങ്കിലും വിഷയങ്ങളുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 100% വിഷയങ്ങളില്ല എന്ന് ഉറപ്പിച്ചതിന് ശേഷം നമ്മൾ ഷോപ്പ് റീൽസ് ഇടല്. അല്ലാതെ നമുക്ക് എല്ലാവരും നമ്മൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ നമ്മൾ അറിയിക്കലുണ്ട്. ഇതാണ് ഏരിയ. അപ്പോൾ നമുക്ക് അങ്ങനെ പിന്നെ അങ്ങനത്തെ ഒരു എനിക്കൊന്നും നമ്മളെന്താ കാരണം ബാംഗ്ലൂർ മാർക്കറ്റ് കാരണം ഇപ്പോൾ വേൾഡിൽ തന്നെ ആദ്യമായിട്ട് ഷോപ്പ് ലൈവ് ഇട്ട് കൊടുക്കുന്നത്. ലൈവ് ഇട്ടിട്ട് 2 ദിവസം വെയിറ്റ് ചെയ്ത് റീൽസ് ഇട്ട് കൊടുക്കണമൊക്കെ. കാരണം നമുക്ക് കിട്ടുന്ന കമ്മീഷനും നമുക്ക് കിട്ടുന്ന പാരിതോഷികങ്ങൾക്കപ്പുറം ഇത് എടുക്കുന്ന ആളുകൾക്ക് അതുകൊണ്ടൊരു ബുദ്ധിമുട്ടിട്ടായിരുന്നു നമ്മൾ ഉദ്ദേശിക്കുന്നത് എപ്പോഴും.
അപ്പോൾ പരമാവധി സുതാര്യമായിട്ടുള്ള ബിസിനസ്സാണ്. പിന്നെ ഇപ്പോൾ കമൻ്റ് എടുക്കുമ്പോഴൊക്കെ നെഗറ്റീവ് കമൻറ്റുകളൊക്കെ നല്ലോണം അടിക്കാനൊന്നും കുഴപ്പമില്ല. അതൊക്കെ അവരവൻ്റെ പിന്നെ താല്പര്യമാണ്. അതൊക്കെ നമ്മൾ സ്വാഗതം ചെയ്യുന്നു. കാരണം വിമർശനങ്ങളുടെ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അങ്ങനെ തന്നെ നമ്മളിപ്പോൾ ഈ ഒരു സുതാര്യമായ പരിപാടിയിലേക്ക് എത്തി. ഇതാണ് ഏരിയ, നല്ല ത്രഷുള്ള ഏരിയയാണ്. പിന്നെ ആ ഏരിയയൊക്കെ ഒന്ന് കാണിച്ചു തരാം. മൊത്തത്തിൽ നെസ്പാളിയാണ്. നെസ്പാളി എല്ലാവർക്കും അറിയാലോ, BTM ആണ്. പിന്നെ BTM ഇപ്പോൾ കുറേ ഷോപ്പിന് ആളുകൾ വരുന്നുണ്ട്. പക്ഷേ അത് മടിവാള മരുന്നുകൾ വെച്ചിട്ടാണ് വരുന്നത്. പക്ഷെ അവിടെ ഇപ്പോൾ തൽക്കാലം ഷോപ്പില്ല. നല്ല ഏരിയ ഉണ്ട്, നല്ല തിരക്കുണ്ട്, നല്ല റഷാണ്. സീസൺ ചൂട് തണുപ്പ് കഴിഞ്ഞാൽ നല്ല ബിസിനസ് ഉണ്ടാവും. പിന്നെ അതിലെന്തെങ്കിലും ഐറ്റമൊക്കെ മാറ്റിയിട്ട് കേട്ടാ. പിന്നെ അതേപോലെ കുറേ പാസ്ട്രീസൊക്കെ വന്നിട്ടുണ്ട്, സ്വീറ്റ്സ് പാസ്ട്രീസ്, അവർക്കൊക്കെ പറ്റിയ സാധനം കേട്ടോ. പിന്നെ അത് ഫുൾ മലയാളീസാണ് ഏകദേശം NS പാളിയുടെ ഭാഗത്തുള്ളത്. ഇതാണ് ഏരിയ, നല്ല റഷുള്ള ഏരിയ കേട്ടോ. ഇപ്പോൾ തിങ്കളാഴ്ചയാണ്, സമയം ഇതാണ്, അതുകൂടി നോക്കണം. സൺഡേ ഒക്കെ നിൽക്കാൻ കഴിയില്ല, അത്രയും തിരക്കുണ്ടാവും. അപ്പോൾ താല്പര്യം, ഇതുമായി ബന്ധം താല്പര്യമുള്ള ആളുകൾ, ഈ ഷോപ്പിൽ ജ്യൂസ് ഷോപ്പ് എടുക്കാൻ താല്പര്യമുള്ള ആളുകൾ ഒരു 2 ദിവസം നമുക്ക് കഴിഞ്ഞാൽ റീൽസ് ഇടും. ആ റീൽസ് കൊണ്ട് വന്നാണ്ട് ഷോപ്പ് നോക്കിക്കൊടുത്താണ് കട. ഈ ഏരിയക്കൊന്നും അങ്ങനെ ഞാൻ ഇവിടെ കുറച്ച് കാലങ്ങളായിട്ടുള്ളതാണ്. ഈ ഏരിയ ഒന്നും വലിയ വിഷയങ്ങളൊന്നും ഇല്ലാത്തൊരു ഏരിയയാണ്.